guys, welcome back to my YouTube channel. Day 3rd. Day ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. ഓക്കെ, ഇന്ന് രാവിലെ തന്നെ വേദു എണീച്ചു. നോട്ട് ഇൻ എ ഫ്രഷ് മൂഡ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. ഇന്നലെ തണുപ്പ് നല്ലതായിരുന്നു. നിശാന്ത് ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം കുഴപ്പമില്ല രാവിലെ ഇച്ചിരി. പക്ഷെ ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ രാവിലെ എണീച്ചപ്പം അടിപൊളി വ്യൂ ആ വെള്ളിയാട്ടെ കാണിച്ചു തരാം. ഓക്കെ വേദു, നമസ്തേ. അയ്യോ യെസ്. അയ്യോ ഇനി ഞാൻ വെളിയിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. റൂമിൽ നിന്ന് വെളിയിലത്തെ വ്യൂ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിലത്തെ വ്യൂ. കേട്ടൻ അങ്ങ് മാറ്റുക. നമുക്ക് ഇങ്ങനെ ലേക്ക് സൈഡിലെ വ്യൂ നല്ല ഭംഗിയല്ലേ. ഈ കട്ടൻ എപ്പോഴാണ് തുറക്കുന്നില്ല. രാത്രി മൊത്തം അടച്ചിട്ടേക്കുമായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ബട്ട് നല്ല രസമുണ്ട്, പീസ്ഫുൾ. ഇപ്പൊ രാവിലെ സമയം എത്രയായി? 8 മണി ആയതേ ഉള്ളൂ കേട്ടോ. Yes. Nice, right? ഇനി നമുക്ക് ഇവിടെയാണ് ബോട്ടിങ് ചെയ്യാൻ പോകേണ്ടത്. തിരക്കും തണുപ്പും കൂടുന്ന മുമ്പ് നമുക്ക് ബോട്ടിങ് ചെയ്തിട്ട് വരണം. ഇപ്പം നോർമലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അത്ര തണുപ്പൊന്നുമില്ല. അത്യാവശ്യം വെളിയിലൊക്കെ ഇറങ്ങി നടക്കാനുള്ള തണുപ്പേ ഉള്ളൂ. ഇനി ഞാൻ വെളിയിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. വെളിയിൽ ഇത് തന്നെയാണ് വ്യൂ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും. ദിസ് ഈസ് ദ വ്യൂ. ഇത് നമ്മുടെ റൂമാട്ടോ, റിസോർട്ടാണ്. മുകളിലത്തെ റൂംസിൽ നമുക്ക് ഇരുന്നുകൊണ്ട് കാണാം. ഇത് ഞങ്ങളുടെ റൂമിലെ വെളിയിലത്തെ വ്യൂ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. പക്ഷെ നമുക്കിന്നലെ തപ്പിപ്പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. Nice. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പുറത്ത് പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അടുത്തടുത്ത് നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ ഈ റിസോർട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അകത്തോട്ടായിരുന്നു കേട്ടോ. നൈസ്. സോ ഗൈസ്, നമ്മളിപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ്. ബോട്ടിങ് ചെയ്യാൻ പോയിട്ടോ. ലേറ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ താമസിച്ച റൂമില്ലേ, അത് നമ്മൾ റൂം മാറ്റിയിട്ട് വേറെ റൂമിലോട്ടായി. കാരണം അത് ഭയങ്കര എന്താണ്, വാഷ്റൂമൊക്കെ ശരിയല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇനി വേറെ ഒരു റൂമിലേക്ക് മാറി. അതും സെയിം ആണ്, പക്ഷേ കുറച്ച് കുഞ്ഞതായിരുന്നു. മറ്റേക്കാട്ടി കുറച്ച് കുഞ്ഞത്. നേരത്തെ താമസിച്ച റൂമിലൊട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ബാത്റൂം ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇപ്പം ഈ സമയത്ത് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ്, നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിങ് ചെയ്യും. പിന്നെ പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുണ്ട് എനിക്ക് ആഗ്രഹം. ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്തോട്ടെ? മൈ ഗോഡ്, ഞാൻ ചോദിച്ചിട്ടൊന്നും ചെയ്തില്ല. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നോ പറഞ്ഞാലും ഞാൻ ചെയ്തു. അപ്പം നിശാന്ത് ചെയ്യാത്തോണ്ട് ഞാൻ നിശാന്ത് കുഞ്ഞിനെ പിടിക്കും, ഞാൻ ചെയ്യും. നോക്കാം കിട്ടുമോ എന്നറിയത്തില്ല.
നമ്മൾ നോക്കിയിട്ടില്ല. അവിടെ ഹോട്ടലിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് പാരാഗ്ലൈഡിങ്. പക്ഷെ ഇപ്പം ബോട്ടിങ് ചെയ്യാൻ പോവാണ്. കുറേ ആൾക്കാരുണ്ട്. ഇപ്പം രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാവും ഇവിടെ, നല്ല തണുപ്പ്. പിന്നെ വേദുവിന് ആഹാരമൊക്കെ കൊടുത്തു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തു. ഇവൻ ഈ വണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. വണ്ടി ഓടുമ്പോൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അല്ല വേദു, വേദു സേ ഹായ്. പക്ഷെ ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ. ക്യാമറ നോക്ക്, ക്യാമറ നോക്ക്, നീ ക്യാമറ കാണുന്നില്ല. ഓക്കെ, നമുക്ക് പോവാം. ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോകുന്നു നിശാന്ത്? നമ്മൾ ബോട്ടിംഗ് പാരാഗ്ലൈഡിംഗ് में टाइम लग जाएगा ना. പിന്നെ ഏതോ ഒരു റൂഫ് ടോപ്പ് ടെറസ്. മച്ചാൻ നമുക്ക് നാളെ ലഞ്ച് കഴിക്കാം. ഇന്ന് നമുക്ക് സൂബീസ് കിച്ചൺ. സൂബീസ് കിച്ചൺ അത് നല്ല സ്ഥലമാണെന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയി ലഞ്ച് ചെയ്യാം. ലഞ്ച് ഡിന്നർ എവിടെ നിന്ന് ചെയ്യും? ഡിന്നർ ഹോട്ടലിൽ में करना. ഡിന്നർ നിനക്ക് തണുപ്പത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നീ പോയിക്കോ. मे बी इന്നലെ മഴയൊക്കെ പെയ്തോണ്ടാണ് തണുപ്പ്. नहीं रात को ठंड होता है. हां हिल स्टेशन है. പിന്നെ രാത്രി ठंडी होते. ഓക്കേ, ഇപ്പം കണ്ടിട്ട് പറയുന്നില്ല. ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, വൺ പീസ് ഒക്കെ വെറുതെ ഷോളൊക്കെ ഇട്ടിട്ട് നടക്കുന്നു. ഞാൻ ജീൻസും ഒക്കെ ഇട്ട്. പിന്നെ ഇവനെ സ്വെറ്റർ ഇടിപ്പിച്ച്. രാത്രി ഭയങ്കര തണുപ്പാണ്. പിന്നെ അവിടെ ഹീറ്റർ അവൈലബിൾ അല്ല, കാരണം ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് നമുക്ക് നേരത്തെ പറയണം അവരോട്, എന്നാൽ മാത്രമേ. നമ്മൾ ലേറ്റ് വന്നുകൊണ്ട് ഹീറ്റർ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, രാത്രി നമ്മൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങി. വേദു നല്ലപോലെ ഉറങ്ങി. ഇനി അറിയത്തില്ല. ഇതാണ് സമ്മമൂളി ഷെഡ്. ഗൈസ്, പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകണം. അതിന് ഇവിടെ വന്നേക്കോ കേട്ടോ. നമ്മൾ ബോട്ട് റൈഡിങ് കഴിഞ്ഞിട്ട് ഞാൻ മാത്രം ചെയ്യുന്നത് കേട്ടോ. നിശാന്ത് വേദുവിനെ നോക്കും, നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യും. വേദു അതൊന്നും പൊട്ടിക്കാതെ കണ്ണ. അപ്പം പിന്നെ എന്ത് കണ്ടാലും വായിക്കാത്തിടും. ആ നൂല്, ഇതിൻ്റെ നൂലുണ്ടായിരുന്നു, എന്താണോ വായിക്കാത്തെടുത്തിട്ടുണ്ട്, ദൈവത്തിനറിയാം. ആ വേദു, ടീത്ത് കാൺ, ടീത്ത് 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 കാൺ, ടീത്ത് ദുബാര വൺ മോർ ടൈം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലേ കാണിക്കത്തുള്ളൂ. നിശാന്തോടെ പോയിക്കുവാണ്. ടിക്കറ്റ് കട്ട് ചെയ്യണം. ഒരാൾക്ക് വീതം ഐ തിങ്ക് 2000 ആണ്. അങ്ങനെ നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാം. ഇവിടെ വരെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാതെ പോകാൻ എങ്ങനെയാണ് അല്ലേ? നോക്കാം. നല്ല വെയില് ഗൈസ്, നല്ല വെയിൽ, നല്ല വെയിൽ. സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. വേദു എല്ലാം വേദു ഈശ്വരാ. ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്ത്, അയ്യോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. പേരെന്താണ്? മിഡ് വേ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വന്നേക്കുവാണ് ലഞ്ച് കഴിക്കാൻ. നമ്മൾ പാരാഗ്ലൈഡിങ്ങിൽ അവിടെ പാരാഗ്ലൈഡിങ്ങിൽ അതൊരു 10 to 15 minutes അത്രയും പോലും ചെയ്യിപ്പിക്കത്തില്ല. അവരത്രയും ചെയ്യിപ്പിക്കും. അത് ഏറ്റവും താഴെ ഒന്നും പറയത്തില്ല കേട്ടോ. നമുക്ക് ക്യാമറ വേണോ, നമുക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യിപ്പിക്കണോ, അത് ചോദിക്കും. അപ്പം നമ്മൾ യെസ് എന്ന് പറയും. അപ്പോൾ അതിനൊരു 600 രൂപ. അത് കഴിഞ്ഞിട്ട് ദെൻ ഹാർഡ്നെസ് ഒക്കെ കെട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഏറ്റവും ടോപ്പിൽ പോയിട്ട് പോയിട്ട് സ്റ്റണ്ട് ചെയ്യിപ്പിക്കും. ഇഷ്ടമുള്ളവർക്ക് സ്റ്റണ്ടൊക്കെ ചെയ്യിപ്പിക്കും. സ്റ്റണ്ട് 360 ഡിഗ്രീനെ കറങ്ങും. അത്
ഒക്കെ ഞാൻ ചെയ്തതന്നെ. അതിനും വേറെ പൈസയാണ്. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിലെത്തിയപ്പം വീഡിയോ വേണം എൻ്റെ ഫോണിൽ. എൻ്റെ ഫോണിൽ എന്താ പറഞ്ഞ വീഡിയോ ഇട്ട് തരാനുള്ള സ്പേസ് ഇല്ല. അപ്പം പിന്നെ തിരിച്ച് നിഷാൻ്റെ അടുത്ത് പോയി നിഷാൻ്റെ ഫോൺ വാങ്ങിച്ച് നിഷാൻ്റെ ലാൻഡിങ് സോണിലൊക്കെ കൊണ്ടെത്തിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അവർ തന്നെ നമുക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതിടാ കേട്ടോ. നമ്മളിപ്പോൾ കഴിക്കട്ടെ ആഹാരം. വീതു 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 ഒടങ്ങി ഒതുങ്ങിയിരിക്കും. നല്ല കുട്ടിയായിരുന്നു കൊച്ചു. Biryani. Omelette biryani. An omelette for him. Guys, അപ്പം ഇന്നത്തെ ലഞ്ച് പ്ലസ് ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിച്ചു. നിഷാന്ന് അറിയത്തില്ല എന്ത് വേണമെന്ന്. അപ്പം ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞേക്കുവാണ്. അത്രേ ഉള്ളത്, നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് എൻജോയ്ഡ്. ആൻഡ് നാളെ നമ്മൾ ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് വിട വാങ്ങുവാണ് ഗൈസ്. ഡൽഹിയിൽ തിരിച്ചു വരുവാണ്. ഇറ്റ്സ് നൈസ് ട്രിപ്പ്. നാളെ എങ്ങും നമ്മൾ പോകത്തില്ല സത്യം പറഞ്ഞാൽ. നാളെ വെറുതെ ഒരു ചെറിയ ട്രിപ്പ്. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. ശുഭരാത്രി.